പ്രധാനമന്ത്രിയുടെ 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. നേരത്തെ തീരുമാനിച്ച പരിപാടികൾക്ക് പുറമെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രവും നരേന്ദ്രമോദി സന്ദർശിക്കും. നാളെ വൈകിട്ട് കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി 6 മണിക്ക് നഗരത്തിൽ റോഡ് ഷോ നടത്തും. കൊച്ചി ഷിപ്പ്യാർഡിന്റെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന വില്ലിംഗ്ടൺ ഐലൻഡിലെ വേദി, ബിജെപി ശക്തി കേന്ദ്ര ഇൻചാർജർമാരുടെ യോഗസ്ഥലമായ മറൈൻ ഡ്രൈവ് എന്നിവിടങ്ങളിലും സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കി. SPG ഉദ്യോഗസ്ഥരും പരിശോധനകൾ നടത്തും. ഡാനി പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഡാനി, പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു. 2 ദിവസത്തെ സന്ദർശനം. നാളെ കൊച്ചിയിൽ റോഡ് ഷോയുണ്ട്. BJP പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും? രഞ്ജിനെ, 2 ദിവസത്തെ സന്ദർശനത്തിൽ പ്രവർത്തകരുടെ ഒരു പങ്കാളിത്ത സ്വഭാവം പ്രകടമാവുന്നത് റോഡ് ഷോയിലും അതോടൊപ്പം തന്നെ BJP ഇതിന് ഇൻചാർജുമാർ ശക്തി കേന്ദ്ര യോഗത്തിലുമാണ്. അതിൽ റോഡ് ഷോയിലെ ഏറ്റവും കൂടുതൽ പ്രവർത്തകർ, ഏതാണ്ട് 50,000-ഓളം പ്രവർത്തകരെ എത്തിക്കാനാണ് BJP ശ്രമിക്കുന്നത്. 1 കിലോമീറ്റർ ദൂരമാണ് ഈ റോഡ് ഷോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രി വാഹനത്തിലായിരിക്കും റോഡ് ഷോയിൽ പങ്കെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ കൊച്ചിയിലെത്തിയപ്പോഴെല്ലാം അദ്ദേഹം തേവരയിൽ അന്ന് സംഗമം നടന്നപ്പോൾ അദ്ദേഹം റോഡിലിറങ്ങി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നടക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് നാളെ അദ്ദേഹം എത്തുമ്പോഴേക്കും ഇപ്പോൾ വിഭാവനം ചെയ്തതനുസരിച്ച് നെടുമ്പാശ്ശേരിയിൽ വൈകിട്ട് 5 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ വിമാനമെത്തും. അതിനുശേഷം അവിടുന്ന് റോഡ് മാർഗം MG റോഡ് വഴി എത്തി എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിന് അവിടെ ആ ഭാഗത്ത് വെച്ച് അദ്ദേഹം ഇറങ്ങും. അതിനുശേഷം പ്രത്യേക വാഹനത്തിൽ മറ്റ് നേതാക്കൾക്കൊപ്പം അദ്ദേഹം റോഡ് ഷോയിലേക്ക് നീങ്ങും. അവിടെ മുതൽ എറണാകുളം ഗസ്റ്റ് ഹൗസ് വരെ, എറണാകുളം ഗസ്റ്റ് ഹൗസിലാണ് ഇക്കുറി അദ്ദേഹം തങ്ങുന്നത്. അപ്പോൾ ഈ 1 കിലോമീറ്റർ ദൂരമായിരിക്കും റോഡ് ഷോയിലേക്ക് വേണ്ടി നിജപ്പെടുത്തിയിരിക്കുന്നത്. ഈ 1 കിലോമീറ്റർ ദൂരത്തിൽ ഇരുവശത്തുമായിട്ട് ഏതാണ്ട് 50,000-ഓളം പ്രവർത്തകരെ അണിനിരത്തുമെന്നാണ് BJP അറിയിച്ചിരിക്കുന്നത്. ഇവരെ അഭിവാദ്യം ചെയ്തുകൊണ്ടായിരിക്കും പ്രധാനമന്ത്രി കടന്നു പോവുക. പ്രവർത്തകരിലേക്ക് കൂടുതൽ ആവേശമെത്തിക്കുക, ഒപ്പം തന്നെയും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ ആർജിതമായ ഒരു ആവേശത്തോടുകൂടി തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുക. പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ BJP നടക്കുമ്പോൾ പ്രധാനമന്ത്രി വളരെ അടുത്ത ദിവസങ്ങളിലാണ് ഇപ്പോൾ തൃശ്ശൂർ സന്ദർശിച്ചു, പിന്നീട് കൊച്ചിയിലേക്കും എത്തുന്നു. അപ്പോൾ വലിയ രീതിയിൽ പ്രവർത്തകരിൽ ഒരു ആവേശമുണ്ടാക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് BJPയും പൊതുവിലും വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ആവേശം ഒരേപോലെ തന്നെ നിലനിർത്തുക എന്ന ലക്ഷ്യം കൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ റോഡ് ഷോ അടക്കം വരിക. ഈ സ്ഥലങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെ പരിശോധനകൾ കഴിഞ്ഞു. SPG സംഘം കൂടുതലായിട്ട് പരിശോധനകൾ നടത്തുന്നുണ്ട്. അന്ന് റോഡ് ഷോയ്ക്ക് ശേഷം പിന്നീട് മറ്റ് പൊതുപരിപാടികളോ കാര്യങ്ങളോ ഒന്നും ക്രമപ്പെടുത്തിയിട്ടില്ല. പിറ്റേന്ന് രാവിലെ തന്നെ അദ്ദേഹം തൃശ്ശൂർക്ക് ഹെലികോപ്റ്റർ വഴി തൃശ്ശൂരിലേക്ക് എത്തും. അവിടെ നമുക്കറിയാവുന്നതുപോലെ നടനും BJP അംഗവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇന്നലെ ഷെഡ്യൂളിലേക്ക് വന്നിരിക്കുന്ന മറ്റൊരു പരിപാടി എന്ന് പറയുന്നത് തൃപ്രയാറിലെ ശ്രീരാമക്ഷേത്രം സന്ദർശിക്കുക എന്നതാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ക്ഷേത്ര സന്ദർശനവും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ പോലീസ് അടക്കം അവിടെ പരിശോധനകൾ നടത്തുകയും ചെയ്തു. ഇതിനുശേഷമായിരിക്കും വീണ്ടും കൊച്ചിയിലേക്ക് വരുന്നത്. കൊച്ചിയിലെത്തുമ്പോൾ കൊച്ചി ഷിപ്പ്യാർഡിൻ്റെ 2 പ്രധാനപ്പെട്ട പദ്ധതികൾ അതിൽ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. അതിൽ വളരെ സുപ്രധാനമായ 2 പദ്ധതികളാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് കഴിഞ്ഞ കാലങ്ങളിലായിട്ട് വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം നടത്തുന്നുണ്ട്. അതിന് ഒന്നുകൂടി മുതൽക്കൂട്ടാവുന്ന രീതിയിലുള്ള ഡ്രൈ ഡോക്കിൻ്റെയും അതോടൊപ്പം തന്നെ ഈ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ സഹായിക്കുന്ന ആ ഒരു പദ്ധതിയുടെയുമാണ്. കപ്പലുകളുടെ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കാൻ കഴിയുന്ന വലിയ രീതിയിലുള്ളൊരു ഡോക്കിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പിന്നീട് BJP ശക്തി കേന്ദ്ര ഏജന്റുമാരുടെ സമ്മേളനത്തിലും അദ്ദേഹം സംബന്ധിക്കുകയും ചെയ്യും. വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും കൊച്ചിയിൽ പൂർത്തിയാവുകയാണ്. അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തുന്നു. അതിനു മുന്നോടിയായുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും വിശദീകരിക്കുകയായിരുന്നു ഡാനി പോൾ. മറ്റു വാർത്ത